നമസ്കാരം. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ മകനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ കണ്ട ഒരു കാര്യം പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കടക്കാം. ഒരു സബ് റോഡിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ, ഒരു 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്, ഒരു സബ് റോഡിൽ നിന്നും ഞാൻ വന്നുകൊണ്ടിരുന്ന പ്രധാന റോഡിലേക്ക് പെട്ടെന്ന് സ്കൂട്ടറിൽ ഒരു 60-65 കിലോമീറ്റർ സ്പീഡിൽ ഒറ്റ ഇറക്കമാണ്. ഇവൻ അങ്ങനെ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇടത്തോട്ട് നോക്കുകയോ വലത്തോട്ട് നോക്കുകയോ ബ്രേക്ക് പിടിക്കുകയോ സ്പീഡ് കുറയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതായത് അവൻ വന്നുകൊണ്ടിരുന്ന അതേ വേഗത്തിൽ തന്നെ നല്ല ട്രാഫിക്കുള്ള ഒരു റോഡിലേക്കാണ് ഇത്ര അലക്ഷ്യമായിട്ട് അവൻ ഇറങ്ങിയത്. ഞാൻ വന്നുകൊണ്ടിരുന്ന എൻ്റെ വാഹനം അവൻ ഇറങ്ങിയ ആ വഴിയിൽ നിന്നും ഒരു 10 മീറ്റർ മാറിയായിരുന്നു. അതായത് ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു 10 മീറ്റർ അകലെയാണ് ഈ പറയുന്ന സംഭവം നടക്കുന്നത്. ആ സമയത്ത് അവൻ അങ്ങനെ ഇറങ്ങി വന്ന സമയത്ത് ഇതേപോലെ ഈ മെയിൻ റോഡിലൂടെ ഒരു വലിയ വാഹനം അതിവേഗത്തിൽ ചെന്നിരുന്നു എങ്കിൽ ഞാൻ 100% പറയുകയാണ്, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഒരു ആക്സിഡൻ്റ് മരണം ഡെഫിനറ്റായിട്ടും റിപ്പോർട്ട് ചെയ്തേനെ. ഈ വീഡിയോയുടെ വിഷയമെന്ന് പറയുന്നത് നിങ്ങളൊരു പക്ഷേ അറിഞ്ഞു കാണും. തൊടുപുഴയിൽ ജെയ്സ് ബെന്നി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആക്സിഡൻറ്റിൽ മരിച്ച വാർത്ത. ജെയ്സ് തിങ്കളാഴ്ച രാത്രി 10:30 ബൈക്ക് ഓടിച്ച് വരുമ്പോൾ അവൻ്റെ നിയന്ത്രണം തെറ്റി ഒരു വളവിൽ വെച്ച് ഈ ബൈക്ക് തെന്നി നേരെ ചെന്ന് അതിൻ്റെ ഇടതുവശത്തുണ്ടായിരുന്ന ഒരു ഓടയിലേക്ക് വീണു. ഈ ഓടയ്ക്ക് മൂടി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളെല്ലാം തന്നെ ജെയ്സിൻ്റെ മരണത്തിൻ്റെ കാരണമായിട്ട് ആ മൂടിയില്ലാത്ത കാനയാണ് കുറ്റപ്പെടുത്തുന്നത്. ആ കാന അവിടെ ഉള്ളത് കൊണ്ടാണ് ജെയ്സ് മരിച്ചത് എന്നാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം പറയുന്നത്. യഥാർത്ഥത്തിൽ ജെയ്സ് ബെന്നി മരിച്ചത് ആ കാന അവിടെ ഉണ്ടായതുകൊണ്ടാണ്. ആ വീഡിയോ ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണും. നിങ്ങൾ ആ വീഡിയോ പ്രോപ്പറായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോയിൽ അത് കാണിക്കുന്നില്ല, നിങ്ങൾ കണ്ടിട്ടുള്ളതുകൊണ്ട് കാണിക്കുന്നില്ല. ആ പയ്യൻ രാത്രി 10:30 അതിവേഗത്തിൽ വളവ് തിരിഞ്ഞ് വരികയാണ്. ആ വളവിൽ വെച്ച് എന്തോ അവന് സംഭവിച്ചു. നല്ല വീതിയുള്ള റോഡാണ്, ഇടുങ്ങിയ റോഡൊന്നുമല്ല, നല്ല വീതിയുള്ള റോഡാണ്. ആ റോഡിൽ ആ വളവിൽ അവൻ എന്തോ ഒന്ന് സംഭവിച്ചു. ഒന്നുകിൽ വാഹനം ഏതെങ്കിലും കല്ലിൻ്റെ മുകളിൽ കയറിയോ അല്ലെങ്കിൽ എന്തോ അവൻ്റെ നിയന്ത്രണം തെറ്റത്തക്ക എന്തോ ഒന്ന് അവിടെ വെച്ച് സംഭവിച്ചു. ബൈക്കിൻ്റെ നിയന്ത്രണം അവൻ്റെ കയ്യിൽ നിന്ന് പോയി. അത് നേരെ ചെന്ന്, അതൊരു സാധാരണ സ്പീഡിലാണ് വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവന് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു 40-50 കിലോമീറ്റർ സ്പീഡിലായിരുന്നെങ്കിൽ ശരി, അവന് ബൈക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നാൽ ഇത് അതിനൊക്കെ മുകളിലാണ് വന്നിരുന്നത്. കുറഞ്ഞതൊരു 70-80 കിലോമീറ്റർ സ്പീഡെങ്കിലും കാണുമെന്ന് ഞാൻ അനുമാനിക്കുന്നു. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ വലിയ പാടാണ്. ജെയ്സിന് നിയന്ത്രിക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ ബൈക്ക് നേരെ ചെന്ന് ആ കുഴിയിൽ വീഴുകയാണ്. നമ്മൾ പറയുകയാണ്, ആ കുഴി അവിടെ ഇല്ലായിരുന്നെങ്കിൽ ജെയ്സിന് ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ആ കുഴി ഇവർ പറയുന്നത് പോലെ സ്ലാബൊക്കെ ഇട്ട് മൂടി ലെവലാക്കി വെച്ചിരിക്കുകയാണ്. ജെയ്സ് ഇങ്ങനെ ബൈക്കിൽ വരികയാണ്. ജെയ്സ് ബൈക്കിൽ വന്ന് ആ വളവിൽ വെച്ച് കൺട്രോൾ തെറ്റി. ഈ ഓട ഇവിടെ ഉള്ളതുകൊണ്ടല്ല അവന് കൺട്രോൾ തെറ്റിയത്, മറിച്ച് കൺട്രോൾ തെറ്റിയത് മറ്റെന്തോ കാരണം കൊണ്ടാണ്. അങ്ങനെ കൺട്രോൾ തെറ്റി അവിടെ നിന്ന് നേരെ വന്ന് കുഴിയിൽ വീണ് മരിക്കുന്നു. നമ്മൾ പറയുകയാണ്, അവിടെ ആ കുഴിയില്ല, അത് സ്ലാബിട്ട് മൂടി വെച്ചിരിക്കുകയാണ് എങ്കിൽ, ലെവലാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അപ്പോഴെന്ത് സംഭവിക്കും? അപ്പോഴും ജെയ്സ് തെന്നി ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് വീഴും, ഒരു സംശയമില്ല. അപ്പോഴും ഈ അപകടം ഉറപ്പായിട്ടും അവിടെ സംഭവിക്കും. ഈ സ്ലാബിട്ട് മൂടിയ കാനയാണെങ്കിൽ ശരി, സ്ലാബിട്ട് മൂടാത്ത കാനയാണെങ്കിൽ ശരി, ഉറപ്പായിട്ടും ഈ ആക്സിഡൻറ്റ്, നമ്മൾ ഈ പർട്ടിക്കുലർ ആക്സിഡൻറ്റ് എടുത്ത് നോക്കുമ്പോൾ ആ വ്യക്തി എവിടെയെങ്കിലും ചെന്ന് വീഴും. അപ്പോൾ എവിടെയായിരിക്കും ചെന്ന് വീഴുന്നത് നമുക്ക് പറഞ്ഞുകൂടാ. ചിലപ്പോൾ ഈ വ്യക്തി മറ്റേതെങ്കിലും വ്യക്തികളെ ചെന്ന് ഇടിച്ചാണ് വീഴുന്നതെങ്കിൽ ആ വ്യക്തിക്കും പരിക്ക് പറ്റും, അല്ലെങ്കിൽ ആ വ്യക്തി മരണപ്പെടും. ഇനി അതല്ല, ഈ കാന നിൽക്കുന്ന സ്ഥാനത്ത് നമ്മൾ വെറുതെ അനുമാനിക്കുകയാണ്, ഒരു ലോറി പാർക്ക് ചെയ്തിരിക്കുകയാണ്. ആ ലോറിയുടെ പിന്നിലേക്കാണ് ജെയ്സ് ഇടിച്ച് കയറി മരണപ്പെടുന്നതെങ്കിൽ നമ്മൾ പറയുമോ ആ ലോറി മൂലമാണ് ജെയ്സ് മരിച്ചതെന്ന്? ഞാൻ എന്തുകൊണ്ട് പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ജെയ്സിൻ്റെ എന്നല്ല, ഏതൊരു വ്യക്തിയുടെയും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ മരണത്തിൽ നമുക്ക് വിഷമമുണ്ട്. പക്ഷേ മരണം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മാധ്യമങ്ങൾ പറയണം. ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം അതിനുവേണ്ടിയാണ്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരിൽ ഭൂരിപക്ഷം പേരും യാതൊരു ലക്കും ലഗാനുമില്ലാതെ, ഇതിന് ആൺ പെൺ വ്യത്യാസമില്ല. ഇപ്പോൾ പുരുഷന്മാരെക്കാൾ ഏറെ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കുന്നത് സ്ത്രീകളാണ്. ഒരു സുരക്ഷാബോധവുമില്ലാതെയാണ് വാഹനം ഓടിക്കുന്നത്. ഇത് ദിവസവും നമ്മൾ കാണുന്നുണ്ട്. ജീവിച്ചിരിക്കേണ്ടതാണ്, നമുക്ക് അപകടം ഏത് നിമിഷവും പറ്റാം എന്നുള്ള യാതൊരു വിധമായ ബോധവും ഇല്ലാതാണ് നല്ല കൊടും വളവിലൊക്കെ വാഹനം അതിവേഗത്തിൽ തിരിഞ്ഞു പോകുന്നത്. ഒരു നോട്ടവും ഇല്ലാതെയാണ് ഓവർടേക്ക് ചെയ്യുന്നത്. എതിരെ വാഹനം വരുന്നുണ്ടോ, നോട്ടമില്ല. സബ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ പാലിക്കേണ്ട യാതൊരു മര്യാദയും പലരും പാലിക്കാറില്ല. എന്തിന്, സ്വന്തം വീട്ടിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ പോലും അശ്രദ്ധമായിട്ട് ഇറങ്ങുന്നവരുണ്ട്. വളവുകളിൽ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തിടുന്നവരുണ്ട്.
ഇങ്ങനെ പലതരത്തിലുള്ള അബദ്ധങ്ങൾ നമ്മുടെ നാട്ടിലെ വ്യക്തികൾ കാണിക്കുന്നുണ്ട്. ചെറുപ്പക്കാരുടെ വിചാരം, ഞാൻ ഓടിക്കുന്ന വാഹനത്തിൻ്റെ മുമ്പിലേക്ക് മറ്റൊരു വാഹനം കയറാൻ പാടില്ല, എൻ്റെ മുമ്പിൽ പോകുന്ന എല്ലാ വാഹനത്തെയും എനിക്ക് മറികടക്കാം, ഈ ഒരു ചിന്ത വെച്ചുകൊണ്ടാണ് ഒരു വണ്ടി ഓടിക്കുന്നത്. ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന ചെറുപ്പക്കാരുള്ള നാട്ടിൽ ഇത്തരത്തിലുള്ള വാഹനമോടിക്കൽ കാരണം ഒരു അപകടമരണം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാരണം ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കടമ മാധ്യമങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഈ വാർത്ത വായിക്കുന്ന ചെറുപ്പക്കാരെല്ലാം പറയും അത് വേഗത്തിൽ പോയതുകൊണ്ടല്ല, കുഴി ഉണ്ടായിരുന്നുകൊണ്ടാണ്. അപ്പോൾ അവന് ന്യായമായി, അവന് വേഗത്തിൽ പോകാം. യഥാർത്ഥത്തിൽ ജെയ്സ് സൂക്ഷിച്ച് വണ്ടി ഓടിക്കുകയും വേഗത കുറച്ച് പോവുകയും ചെയ്തിരുന്നെങ്കിൽ അവന് ഈ മരണം ഉണ്ടാവില്ലായിരുന്നു, 100% ഉറപ്പാണ്. നമ്മുടെ നാട്ടിലെ റോഡുകളുടെ അവസ്ഥ ആരും പറയാൻ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള റോഡുകളിൽ പ്രത്യേകിച്ച് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. തന്നെയുമല്ല, നമ്മുടെ ലൈഫിൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാരിനോ PWDക്കോ അല്ലെങ്കിൽ മറ്റാർക്കോ അല്ല, നമുക്ക് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് അപകടം പറ്റുക എന്നുള്ളത് നമ്മളാണ് ചിന്തിക്കേണ്ടത്, നമ്മളാണ് കരുതലെടുക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ ആൾക്കാർക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കുന്നതിന് പകരം ഇപ്പോൾ ഈ അപകടത്തിൻ്റെ കാരണമായിട്ട് എവരി മൂടിയില്ലാത്ത കാനയാണ് എന്ന് പറയുന്നത്, യഥാർത്ഥ സംഭവം നേരിട്ട് മനസ്സിലാക്കിയിട്ട് പോലും ആ CCTV ദൃശ്യത്തിൽ നിന്നും വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോലും സത്യത്തെ മറച്ചു വെച്ച് ആൾക്കാരെ വഴിതെറ്റിക്കുന്നതിന് തുല്യമാണ്. ഞാനീ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് റോഡപകടത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. അത് സംഭവിക്കുന്ന സമയം വരെ അവർ പഠിക്കുന്നില്ല. അപ്പോൾ അവരെ ഒന്ന് ബോധവൽക്കരിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കടപ്പാടുണ്ട്. അതുകൊണ്ട് ഓരോ അപകട വാർത്ത വരുമ്പോഴും അതെന്തുകൊണ്ട് കൃത്യമായിട്ട് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെയെങ്കിലും ഈ പിള്ളേർക്ക് ബോധം വെക്കുന്നെങ്കിൽ വെച്ചോട്ടെ എന്ന് കരുതിയാണ്. താങ്ക് യു.